ലോകരാജ്യങ്ങൾക്കിടയിൽ ബ്രഹ്മോസ് മിസൈൽ കരാറിലൂടെ ചരിത്രം കുറിക്കാൻ ഇന്ത്യ. ബ്രഹ്മോസിനായി ആവശ്യക്കാർ വർദ്ധിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിനിടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തും. ജൂലൈ 6-ന് ആരംഭിക്കുന്ന സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. മാർച്ചിൽ ഒപ്പുവെച്ച പ്രാഥമിക ധാരണയ്ക്കപ്പുറം കൂടുതൽ വിപുലമായ കരാറിനെ കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. മൊബൈൽ ലോഞ്ചറുകൾ, നിരീക്ഷണ റഡാറുകൾ, പരിശീലനം, അറ്റകുറ്റപ്പണി, ദീർഘകാല പിന്തുണ എന്നിവയടങ്ങുന്ന ഒരു സമഗ്ര പാക്കേജിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കരാർ അന്തിമമായാൽ ഫിലിപ്പീൻസിനു ശേഷം ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്ന രണ്ടാമത്തെ വിദേശ രാജ്യമായി ഇന്തോനേഷ്യ മാറും. ഇത് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കുതിച്ചുയരാൻ വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തലുകൾ. മിസൈൽ സംവിധാനങ്ങൾക്ക് പുറമെ അവ പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനം, അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക സഹായം എന്നിവയും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ DRDOയും റഷ്യയുടെ NPO മെഷീനോസ്ട്രോയേയും ചേർന്ന് 1998-ൽ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിന്റെ സുപ്രധാന ഭാഗമായി ബ്രഹ്മോസ് കയറ്റുമതി മാറിക്കഴിഞ്ഞു. 2022-ൽ ഫിലിപ്പീൻസുമായി 375 മില്യൺ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരുന്നു. 2024-ൽ മിസൈലുകൾ കൈമാറിയതാണ് ബ്രഹ്മോസിന്റെ വിദേശത്തേക്കുള്ള ആദ്യ കയറ്റുമതി യാഥാർത്ഥ്യമായത്. ഇതിനുശേഷം വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. ഇന്തോനേഷ്യയുമായുള്ള കരാർ ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്കും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന ബന്ധത്തിനും വലിയ കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇന്ത്യയുടെ കരുത്തുറ്റ ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കാൻ വിയറ്റ്നാമും ഇന്തോനേഷ്യയും തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. വിയറ്റ്നാമുമായുള്ള കരാറിൽ ഇന്ത്യ ഇതിനോടകം ഒപ്പുവെച്ചതായും ഇന്തോനേഷ്യയുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചിരുന്നു. സിംഗപ്പൂരിൽ നടന്ന ഷാംഗ്രീല ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാമുമായുള്ള കരാർ നേരത്തെ തന്നെ ഒപ്പിട്ടതാണെന്നും എന്നാൽ അത് ഇതുവരെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നുമാണ് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയത്. ഇന്തോനേഷ്യയുമായുള്ള കരാറും ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ വിയറ്റ്നാം ഇന്തോനേഷ്യ കരാറുകളുടെ സാമ്പത്തിക മൂല്യം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. ഇത് ഏകദേശം 6000 കോടി രൂപയുടെ ഇടപാടാണെന്നാണ് പുറത്തുവന്ന ചില വിവരങ്ങൾ. ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായി സമുദ്ര തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിയറ്റ്നാമും ഫിലിപ്പീൻസും പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറുന്നത് വലിയ തന്ത്രപ്രധാന പ്രാധാന്യമുള്ള കാര്യമാണ്. വിശ്വസ്തരായ പങ്കാളികളുമായി നൂതന പ്രതിരോധ സംവിധാനങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ഇന്ത്യക്ക് തടസ്സമില്ലെന്ന് രാജേഷ് കുമാർ സിംഗ് വ്യക്തമാക്കി. ആസിയാൻ രാജ്യങ്ങളെ ഇന്ത്യ സൗഹൃദ രാജ്യങ്ങളായാണ് കണക്കാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയുമായി ചേർന്ന് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈൽ ശബ്ദത്തെക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വലിയൊരു വിജയമായാണ് ഈ മിസൈൽ കരാറുകൾ വിലയിരുത്തപ്പെടുന്നത്. ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനൊപ്പം ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഈ നീക്കം സഹായിക്കും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രതിരോധ ഉൽപാദനം, നവീകരണം, കയറ്റുമതി എന്നീ മേഖലകളിൽ ഇന്ത്യ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനൊപ്പം വിശ്വസ്തരായ പങ്കാളികളെ കണ്ടെത്താനും പ്രതിരോധ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്താനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം യൂറേഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഇന്ത്യ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.